നന്മ കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. ബിസ്മി ഫൗണ്ടേഴ്സ് ഡേ സെയിലിൽ ലോകോത്തര ബ്രാൻഡുകളുടെ ടിവികൾ, എസികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ ലാഭം ഈടാക്കാതെ നിങ്ങൾക്ക് നൽകുന്നു. കൊടുങ്ങല്ലൂർ ബിസ്മി, ടി.കെ.എസ്.പുരം, NH ബൈപാസ്. ഇത് അഹമ്മദ് മൊയ്നുദ്ദീൻ. പേര് കേട്ടാൽ ഒരു പക്ഷേ അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ വരികൾ കേട്ടാൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്ന റാസ ബീഗം പാടിയ ഗാനങ്ങൾ ഉൾപ്പെടെ 50ഓളം ഗസൽ ഗാനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, 2 സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങി നിരവധി രചനകൾക്ക് പിറകിലെ തൂലിക മൊയ്നുദ്ദീന്റേതാണ്. തൃശൂർ ജില്ലയിൽ കടപ്പുറം പഞ്ചായത്തിൽ PR കുഞ്ഞിമോന്റെയും ചാലിൽ ചേക്കമ്മ എന്ന ഷെരീഫയുടെയും ഇളയ മകനായ മൊയ്നുദ്ദീൻ 18ാമത്തെ വയസ്സിലാണ് എഴുത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഗൾഫിൽ ഫോട്ടോഗ്രാഫറായും അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് മേഖലയിലും പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം പിന്നീട് തന്റെ തൊഴിലിടം കണ്ടെത്തിയത് പുസ്തകങ്ങൾക്കിടയിലാണ്. ചിന്ത പബ്ലിക്കേഷൻസിന്റെ പുസ്തകോത്സവ വിഭാഗത്തിലെ ജീവനക്കാരനായ മൊയ്നുദ്ദീൻ ജീവിതത്തെ എഴുത്തും വായനയും ചേർത്ത് നെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ തന്നെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടൊക്കെ ആ കാലത്തിൽ ലളിതഗാനങ്ങൾ, പാട്ടുകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ സ്കൂളിന് വേണ്ടി നാടകങ്ങൾ ചെയ്തിരുന്നു. അക്കാലം 5-6 ഏകാംഗങ്ങൾ അന്ന് അക്കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാടകം വല്ലാണ്ട് ജമ്പ് ചെയ്ത് പോയി, നമ്മളെ പിടുത്തൊന്നും തരാതെ. ഒരു 18 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥയാണ് ആദ്യം എഴുതിയത്. 5 കഥാപുസ്തകം ചെയ്തിട്ടുണ്ട്. ഒരു മൊത്തം 19 പുസ്തകങ്ങളായി. ഇനി ഒരു 4 പുസ്തകങ്ങൾ വരാനുണ്ട്, ഓൾറെഡി കൊടുത്ത് വരാനുണ്ട്. പാട്ടുകൾ കുറച്ച് പാട്ടുകൾ നമ്മൾ തന്നെ ട്യൂൺ ചെയ്യുന്നു. ഏകദേശം എല്ലാ പാട്ടുകളും അതിലിപ്പോൾ വേണുഗോപാലും സിത്താരയും റാസയും ബീഗവും ഉൾപ്പെടെയുള്ള ആൾക്കാർ. അലോഷി പുതിയൊരു പാട്ട് പാടുന്നുണ്ട്, അതിനുള്ള ചെയ്തിട്ടുണ്ട്. റാസയുടെ തന്നെ പുതിയ പാട്ടുകൾ വരുന്നുണ്ട്. ബീത്തിര ഗോപി പാട്ട് ആയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പേരെ പുതിയ പാട്ടുകൾ വരാനുണ്ട്. അതിൻ്റെയും ഈ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഈ കഥ, കവിത, ഗസൽ, ഒപ്പം പുസ്തക കച്ചവടം, ഇതെല്ലാം കൂടി എങ്ങനെ നടക്കും? പുസ്തകങ്ങൾ ഈ ഫീൽഡിലേക്ക് ഞാൻ വരാനുള്ള കാരണം ഇതിന് പുസ്തകങ്ങളോടുള്ളൊരു ഇഷ്ടം. നമുക്കതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക. മനസ്സമാധാനം പുസ്തകം തരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ വരും. ഞാനൊരു 14 വർഷം പ്രവാസിയായിരുന്നു. അത് ബേസിക് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ 3 വർഷം അബുദാബിയിൽ സ്റ്റുഡിയോ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, 90കളിൽ. പിന്നെ ഫസ്റ്റ് കുവൈത്ത് വാറിൻ്റെ അബൈസ് അങ്ങനെയാണ് നാട്ടിൽ വരുന്നതൊക്കെ. പക്ഷേ 8 വർഷം ഞാൻ സൗദി അറേബ്യയിൽ ഒരു അമേരിക്കൻ ഫാസ്റ്റ് ഫുഡിൽ ജോലി ചെയ്തു. അവിടെയൊക്കെ ആകുമ്പോഴും നമ്മുടെ മനസ്സൊക്കെ നാട്ടിലും ഇതിലൊക്കെ തന്നെയാണ് വരിക. അപ്പോൾ ഇഷ്ടം എനിക്ക് ഈ മേഖലയാണ്, പുസ്തകം എഴുത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. ആധിപത്യം തേടുന്നവർ, കൂടാരങ്ങൾ, സ്നേഹപൂർവം, ഞങ്ങൾ, താക്കോൽക്കൂട്ടം, പച്ചമുളക്, ഇരിക്കാൻ പറയാത്തതിൻ്റെ കാരണങ്ങൾ, നട്ടുച്ച നടക്കാനിറങ്ങുമ്പോൾ, വെള്ളേപ്പം കായ്ക്കുന്ന മരങ്ങൾ, ചോർ ബസാർ തുടങ്ങി 19 പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നുമുണ്ട്. താൻ എഴുതി ഈണമിട്ട ഗസലുകൾ പാടുന്ന മൊയ്നുദ്ദീന് സ്വന്തമായി ട്രൂപ്പുമുണ്ട്. മുസ്ലിം സമുദായത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ ഇടം ചർച്ച ചെയ്യുന്ന ഇരട്ട ജീവിതം എന്ന സിനിമയുടെ രചന മൊയ്നുദ്ദീന്റേതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെടുന്ന പുസ്തകോത്സവങ്ങളിലെ സാന്നിധ്യമാണ് ഈ എഴുത്തുകാരൻ. പുസ്തക കച്ചവടത്തിന്റെ തിരക്കുകൾക്കിടയിലും ഗസലിന്റെ ഈണങ്ങളും
എഴുത്തിന്റെ മഷിക്കൂട്ടും ഉള്ളിലെ പുസ്തകത്താടിൽ വരച്ചു ചേർക്കുകയാണ് ഈ മനുഷ്യൻ. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. നീയില്ലെങ്കിൽ ഞാൻ